കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ക്ഷീണം കാരണം ബോധം കെട്ടുപോയതാ. ഓ അതെയോ? പോയിക്കോ, പോയി കിടന്നുറങ്ങ പോ. ശരി. നിങ്ങളും പോയി കിടന്നോളൂ. ഞങ്ങൾ കിടക്കാൻ പോവാ. പിന്നല്ലാണ്ട് ഞാൻ തോന്നലാന്നും പറഞ്ഞ് എന്റെ ദേവേട്ടിനെ കരയിപ്പിക്കുക. ഇനി അങ്ങനെ പറയാൻ ധൈര്യം വരില്ല. വൈദേഹി എങ്ങനെ മരിക്കാനാ? അങ്ങനെ വല്ലതും ഉണ്ടെ നമ്മൾ അറിയാതിരിക്കോ? ആദ്യം ഇത് ദേവനോട് എന്ന് പറയട്ടെ. അയ്യോമ്മേ, അമ്മേ, അത് വേണ്ടമ്മേ. വൈദേഹി ഉണ്ടെന്നുള്ളത് തോന്നലാന്ന് അവനോട് പറഞ്ഞ അവനത് വിഷമാവും. 2 ദിവസം കഴിഞ്ഞ് അവന്റെ കല്യാണം. അപ്പൊ എന്തിനാ വെറുതെ ഒരു പ്രശ്നം? ആദ്യം ജാനകി എന്തിനാ ഇങ്ങനെ പ്രവർത്തിച്ചതെന്നും ശരിക്കും വൈദേഹി വന്നിരുന്നു എന്ന് അറിയണം. എന്നിട്ട് അവനോട് പറഞ്ഞാ മതി. അമ്മ പോയി കിടന്നോളൂ. ഇനി എന്തറിയാനാ? വൈദേഹി മരിച്ചത് സത്യം, ഇപ്പൊ പ്രേതായിട്ട് വന്നതും സത്യം. എന്തിനായിരിക്കും അവള് വന്നത്? എന്നോട് പ്രതികാരം ചെയ്യാനാണോ? എന്റെ കല്യാണം മുടക്കും. ഇനി എന്താ അവളുടെ ഉദ്ദേശം? എന്താ ബേബി ഇത്? എപ്പോഴും നീയല്ലേ എനിക്ക് ധൈര്യം തരാറുള്ളത്. എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പേടിച്ചു വിറച്ച എങ്ങനാ? വൈദേഹി മരിച്ചത് സത്യം തന്നെയല്ലേ? അവള് മരിച്ചിട്ടിപ്പോ 6 മാസമായില്ലേ? അതാ എന്റെ പേടി. ജീവനോടെ അവളെങ്ങാനും തിരിച്ചു വന്നായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അവളെ കൊന്നു കളഞ്ഞാന്. ഇതിപ്പോ ചത്തിട്ട് പ്രേതായി വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവള് ചിലപ്പോ എന്നെ കൊന്നു കളയൂ. ഇന്നത്തെ കാലത്ത് ഈ പ്രേതമൊക്കെ എവിടെയാ മോളെ? ഇത് വെറും മാനസിക വിഭ്രാന്തിയാ. കഴുത്തെ പിടിച്ചോണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാ അതെങ്ങനെ സത്യമല്ലാണ്ടാവും? അവളുടെ ഭർത്താവിന്റെ നേരെ നോക്കിയാ പോലും അവളെന്നെ കൊന്നുകളയുന്ന പറഞ്ഞു. ഈ കല്യാണം നടക്കില്ലെന്നും പറഞ്ഞു. അവളെന്നെ കൊന്നുകളയും. ഓൾമോസ്റ്റ് മരണം വരെ എത്തിയതാ. ലാസ്റ്റ് മിനിറ്റില് എല്ലാരും വന്നതുകൊണ്ടാ രക്ഷപ്പെട്ടെ. നോക്കിക്കേ, പേടി കാരണം വിറയൽ ഇപ്പോഴും മാറിയിട്ടില്ല. ബേബി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഇങ്ങനെ പേടിക്കല്ലേ, ഞാനല്ലേ പറയുന്നേ. മേഡം, ശാന്താദേവിയെ ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? ഇല്ല മേഡം, എല്ലായിടത്തും നോക്കി, എങ്ങും കണ്ടില്ല മേഡം. ഇതുവരെ കണ്ടില്ലെന്നോ? അവിടെയാണെങ്കി വൈദേഹി പ്രേതമായിട്ട് വന്നിരിക്കുന്നു. കല്യാണം മുടക്കുന്നു പേടിപ്പിക്കുന്നു. ഇവിടെയാണെങ്കി ശാന്താദേവിയെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നോക്കിക്കോ, ഇനി അവരും വീട്ടിലേക്ക് വരും. ശാന്താദേവി അങ്ങോട്ട് വന്നാ ദശരഥ രാമവർമ്മയുടെ കണ്ണി പെട്ട അത് മതി. അമ്മ കാരണോ മകള് കാരണോ ആരെങ്കിലും ഒരാൾ കാരണം ഈ കല്യാണം മുടങ്ങുമെന്ന് ഇപ്പൊ ഉറപ്പായിരിക്കുക. ബേബി, നീ പേടിക്കല്ലേ. ശാന്താദേവിക്ക് ആ വീടിന്റെ ഗേറ്റ് കടക്കാൻ പോലും പറ്റില്ല. നിനക്കറിയോ മോളെ, ഞാൻ ആ വീടിന്റെ വാതുക്കൽ നമ്മുടെ കുറച്ച് പിള്ളേരെ നിർത്തിയിട്ടുണ്ട്.
ആ ശാന്താദേവി കൊട്ടാരം വീടിന്റെ പരിസരത്തെങ്ങാനും വന്നാൽ അവളെ നമ്മുടെ പിള്ളേര് പൊക്കും. അല്ലെങ്കിൽ തന്നെ ശാന്താദേവിക്ക് പുതിയ വീട് എവിടെന്ന് അറിയില്ലല്ലോ. അവള് വേണമെങ്കിൽ 20 വർഷം മുമ്പുള്ള ആ പഴയ കൊട്ടാരം വീട്ടിലേക്ക് കയറി ചെല്ലും. അവിടെ ഒരു പൂച്ചക്കാളി ഉണ്ടാവില്ല. ഡാ, നീ നമ്മുടെ 2 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പഴയ കൊട്ടാരം വീടിന്റെ മുന്നിൽ നിൽക്കണം. അവളെ അവിടെങ്ങാനും കണ്ട അപ്പ തന്നെ കൊന്നേക്ക്. ചെല്. ആയിക്കോട്ടെ മാഡം. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? ശാന്താദേവി എവിടെയുണ്ടെങ്കിലും ഇവര് പിടിച്ചോളൂ. ഇതുകൊണ്ട് നിന്റെ കല്യാണം മുടങ്ങാനും പോകുന്നില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാൻ എങ്ങനെ പോവാനാ അമ്മേ? കല്യാണത്തെ പറ്റി ചിന്തിക്കുന്ന പോയിട്ട് ആ വീട്ടില് കാല് കുത്താൻ പോലും എനിക്കിപ്പോ പേടിയാവുക. വൈദേഹിയുടെ പ്രേതം ഏത് നേരത്തും വന്ന് എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലും അമ്മേ. എന്തായാലും ആ പ്രേതം എന്റെ കല്യാണം മുടക്കും. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ബേബി, ജീവിച്ചിരുന്നപ്പോ പോലും അവക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നല്ലേ പ്രേതം വന്ന് നിന്നെ വല്ലതും ചെയ്യാൻ പോന്നെ. നീ അങ്ങോട്ട് ചെല്ലുമോളെ, നീ ചെല്ലുമോളെ. എനിക്ക് പേടിയമ്മേ, പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ദിവസം കൂടി പിടിച്ചു നിക്ക്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. പറയുന്നതൊന്ന് കേക്ക്. അതിനുശേഷം വൈദേഹി വന്നാലും ആ ശാന്താദേവി വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മോള് ഒരു ദിവസം കൂടി ക്ഷമിക്ക്. എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യമായിട്ട് അതിനെ നേരിടാൻ ശ്രമിക്ക്. ചെല്ല്. ചെല്ലു മോളെ. ഇതെന്താ, ഇവിടെയൊക്കെ ആകെ മാറിപ്പോയല്ലോ. പഴയ വീടുകളൊന്നും കാണാനില്ല. എന്റെ വല്യേട്ടന്റെ വീട് എവിടെയാ? മോനെ, ഇവിടെ ദശരഥ രാമവർമ്മയുടെ വീട് എവിടെയാ? ദശരഥ രാമവർമ്മയോ? അങ്ങനെ ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ തന്നെ ആയിരുന്നു അവരുടെ വീട്. എനിക്കറിയില്ല ആന്റി. കുറച്ച് മുന്നോട്ട് പോയി ചോദിച്ചു നോക്ക്. ഹലോ, ഞാൻ പറഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ. മോനെ, ദശരഥ രാമവർമ്മയുടെ വീട് അറിയോ? അയ്യോ, എനിക്കറിയില്ല ചേച്ചി. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചോളാം. ഇതായിരുന്നു വെല്ലേട്ടന്റെ വീട്. ഇതെന്താ വീട് ഇങ്ങനെ ആയിപ്പോയെ? വെല്ലേട്ടന്റെ കുടുംബം എവിടെ പോയി കാണും? സാറേ, സാറേ, ഈ വീട്ടിലുണ്ടായിരുന്നവർ ഇപ്പൊ എവിടെയാണെന്ന് അറിയോ? ഇതിങ്ങനെ കുറെ കാലമായി ആൾതാമസില്ലാത്ത വീടാ. അപ്പൊ വെല്ലേട്ടനും കുടുംബം വളരെ കാലം മുമ്പ് ഈ വീട് ഉപേക്ഷിച്ചു പോയെന്നർത്ഥം. ഇപ്പൊ എവിടെയായിരിക്കും? എവിടെയാണെന്ന് വെച്ച് ഇപ്പൊ കണ്ടുപിടിക്കുക. ആ തള്ള എവിടെ പോയടാ? ദേ നിക്കുന്നവള്. പിടിക്കവളെ. നിക്കാൻ പറഞ്ഞേ. നിക്കാൻ. എടി നിക്കാനാ പറഞ്ഞേ. നിക്കടിയോടെ. ആ ഓടി പിടിക്കവളെ. നിന്നോടാ നിക്കാൻ പറഞ്ഞേ. ഏയ് നിക്കാൻ.
ഇവിടെ ഒന്നില്ലല്ലോ ആ തള്ള. ഡാ നീ അങ്ങോട്ട് പോയി നോക്ക്. ഡാ നീ നേരെ പോയി നോക്ക്. അപ്പോ വലിയേട്ടന്റെ പഴയ വീടിനടുത്തേക്ക് ഞാൻ വരുമെന്ന് ചന്ദ്രയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ ഇവിടെ ഈ ഗുണ്ടകൾ നിർത്തിയേക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് വലിയേട്ടനെ കാണണം, ചന്ദ്രികയെ കുറിച്ച് പറയണം. അമ്മേ, അമ്മേ, ഒന്ന് പെട്ടെന്ന് വാ അമ്മേ. വല്ലാതെ തലവേദന എടുക്കുക. അല്പം ഓയിലിട്ടൊന്ന് മസാജ് ചെയ്തു തരുമോ അമ്മേ? സഹിക്കാൻ പറ്റുന്നില്ലേ? അയ്യോ. തലവേദനിക്കുമ്പോ വൈദേഹി എങ്ങനെ ചെയ്യാ? ഇതിപ്പോ എന്റെ വൈദേഹി ചെയ്യുന്നത് പോലെ തന്നെയുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞെന്ന് കരുതി വൈദേഹി എന്റെ തോന്നലാണെന്ന് മാത്രം പറയരുതമ്മേ. വൈദേഹി ഉണ്ടെന്നുള്ളത് സത്യമാ, അതിൽ യാതൊരു സംശയവുമില്ല. അമ്മ എത്രത്തോളം സത്യമാണോ അത്രത്തോളം തന്നെ സത്യമാണ് വൈദേഹി. പക്ഷെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. എന്തിനാ വൈദേഹിയുടെ ഇവിടെയുള്ളവർക്ക് ഇത്രയും ദേഷ്യമൊന്നും എനിക്ക് മനസ്സിലാവാത്തത്? അവൾ ഒത്തിരി നല്ലവളാ അമ്മേ. എന്നെയാണെങ്കിൽ അവൾക്ക് ജീവനാ. അവൾക്ക് അമ്മേനെയും വലിയ ഇഷ്ടമാണ്. ഈ വീടിന് ചേരുന്ന പെൺകുട്ടി വൈദേഹി തന്നെയാണമ്മേ. പക്ഷെ എന്തുകൊണ്ടാ അവൾ ഈ വീട് ഉപേക്ഷിച്ച് പോയത്? ഇറങ്ങിപ്പോയവൾക്ക് ഇതുവരെ തിരിച്ചു വരണമെന്ന് തോന്നാത്തത് എന്താണമ്മേ? പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അമ്മേ. എന്നെപ്പോലെ ഈ വീട്ടിലുള്ള ഓരോരുത്തരും ആത്മാർത്ഥമായി അവൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവൾ എന്നേ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നേനെ. ദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് മാത്രം അമ്മ ഒരിക്കലും എന്നെ മരുമകളായി സ്വീകരിക്കാൻ പോകുന്നില്ല. അമ്മയ്ക്ക് ഒരനാഥയെ അംഗീകരിക്കാൻ മാത്രം വലിയ മനസ്സില്ല. അനന്തരാവകാശിയെ പ്രസവിക്കാൻ 7 തലമുറയുടെ രക്തശുദ്ധിയുള്ള പെണ്ണിനെ അന്വേഷിച്ച് നടക്കുക അമ്മ. പക്ഷെ ഞാൻ അനാഥയല്ല ദേവേട്ട. എന്റെ ജന്മരഹസ്യത്തിന്റെ ചെറിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. ആ തുമ്പിൽ പിടിച്ച് പയ്യെ പയ്യെ ചുരുളുകൾ അഴിക്കണം. എന്റെ അച്ഛനും അമ്മയും ആരാന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അമ്മയോട് സംസാരിക്കാൻ. അതുവരെ ദേവേട്ടന് എനിക്ക് ഈ സങ്കടക്കയത്തിൽ നിന്ന് രക്ഷയില്ല. എല്ലാം അനുഭവിച്ചേ പറ്റൂ. ജാനകി,
എന്തിനെങ്ങനെ അലർന്നേ? അവള് പതുക്കെ വിളിച്ചാലും വരുമല്ലോ. മതി. പെണ്ണുങ്ങൾ ഇങ്ങനെ തൊള്ള തുറക്കുന്നിടത്ത് പിന്നെ നിന്ന് കഴിഞ്ഞാൽ എന്റെ പോയ തലവേദന വീണ്ടും വരും. നിക്ക് ദേവ, എന്താ ഇവിടെ നടക്കുന്നത്? ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഏതായാലും ഊർമിളടുത്ത് എത്തിയല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോളൂ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ ദേവേട്ടനെ തൈലം തേച്ചു കൊടുക്കാൻ നീ ആരാ? വന്ന് കേറിയപ്പോ തൊട്ട് എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഒരു സംശയം ഇല്ലാതില്ല. ഏത് നേരം ഇവള് ദേവന്റെ പുറകെ തന്നെ ആണല്ലോ. ദേവൻ എന്തെങ്കിലും ചോദിച്ചാ അപ്പ ഇവള് ചാടി വീഴും. ഇവളുടെ കണ്ണ് ദേവനിൽ തടഞ്ഞെന്നാ തോന്നുന്ന. ആണോടി? എന്റെ ദേവേട്ടനെ നിനക്ക് വേണോ? അതിനാണോടി ഈ വീട്ടിൽ കയറി കൂടിയത്? പറയടി, പറയാൻ. എന്തു പറ്റി മാളവിക? നോക്കിക്കേ അമ്മായി, അനാഥയാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ ദേവേട്ടനിലേക്കാണ് ഇവളുടെ കണ്ണു. മാളവികെ, എന്താ നീ പറയുന്നേ? പരമമായ സത്യം. ദേവനെ തൊട്ടുരുമി നടന്ന് നടന്ന് ഇന്ന് അവന്റെ തല എണ്ണ തേച്ചു കൊടുക്കുന്നത് വരെ എത്തി. ഇനി എന്താ കരുതണ്ടേ? നേരാണോ? എന്താടിയൊന്നും മിണ്ടാത്തെ? ഇവിടുത്തെ ചെറുക്കന്റെ കാര്യത്തിൽ നിനക്ക് എന്തിത്ര ദണ്ണം? വെറുതെ എന്തിനാ കൗസല്യ ഇത് ഇത്ര വലിയ കാര്യമാക്കുന്നേ? അവന് തലവേദനിക്കുന്നു പറഞ്ഞോണ്ടല്ലേ.